സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് എണീച്ചപ്പോൾ തന്നെ ഒരു മെസ്സേജ് കണ്ടു. വേറെ ഒന്നുമല്ല, നമ്മുടെ പുതിയ കമ്പനിയുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. കമ്പനിയുടെ അല്ല, ഇവിടുത്തെ എല്ലാ കമ്പനിയുടെയും ഒരു മെയിൻ മീറ്റിംഗ്. വലിയ ബ്രോ ഇവിടുത്തെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് നമ്മുടെ സിറ്റി 2-ലോ സിറ്റി 1-ലോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നല്ല, ദുബായി വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗ്. നാളെയാണ് മീറ്റിംഗ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇന്നെന്തായാലും ദുബായിക്ക് പോകണം. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നേരെ മല്ലുബ്രോടൊപ്പം നേരെ എയർപോർട്ടിൽ പോയിട്ട് പോകും. എന്തായാലും മല്ലുബ്രോ ഇന്നിപ്പോൾ ദുബായിക്ക് വന്നില്ല. കാരണം ഇന്നിപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ഒരാൾക്കൊക്കെ വരാൻ പറ്റുള്ളൂ. വേറൊരു മീറ്റിംഗ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മല്ലുബ്രോനെ കൂടി കൂട്ടിയിട്ട് എന്തായാലും പോവാം. മല്ലുബ്രോ എന്തായാലും വണ്ടി കയറി ഇരുന്നിട്ടുണ്ട്. എൻ്റെ വണ്ടി എന്തായാലും രണ്ട് ദിവസമൊക്കെ വെറുതെ കിടന്നോട്ടെ, അല്ലെങ്കിൽ മല്ലുബ്രോ തന്നെ എടുത്ത് ഓടിച്ചോളും. ഓക്കേടാ, എന്തായാലും നമുക്ക് പോവല്ലേ? വണ്ടിയൊക്കെ ഫുൾ സെറ്റല്ലേ? ഇടയിലൊന്നും നിൽക്കരുത് കേട്ടോ. വണ്ടിയൊക്കെ ഫുൾ സെറ്റാണ്. എല്ലാം കാലത്തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ പോകാം. എന്തായാലും നമുക്ക് പോവാം. നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് സിറ്റി 2-ത്തെ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. സിറ്റി 1-ലേക്ക് വരെ പോകുമ്പോഴേക്കും അത്യാവശ്യം നല്ല ടൈം പിടിക്കും. അതുകൊണ്ട് എന്തായാലും സിറ്റി 2-ലെ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇന്ന് ദുബായിക്ക് പോണത്. എന്തായാലും പ്ലെയിനിൽ അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് എത്താം. എന്തായാലും ദുബായിൽ എത്തിയിട്ട് എന്തായാലും എൻ്റെ അവിടുത്തെ ഒരു വേറെ ഫ്രണ്ട് വിളിക്കാൻ വരും. എന്നെ വെച്ചാൽ എനിക്ക് ദുബായിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും. അതെങ്ങനെ? അതൊക്കെ ഉണ്ടോ, അത് നാട്ടിൽ നിന്ന് കുറേ ഫ്രണ്ട്സൊക്കെ ദുബായി കയറി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഫ്രണ്ട്സൊക്കെ വരുന്നത്. എന്തായാലും ഞാൻ ഇനി അവിടെ എത്തിയിട്ട് വേണം എനിക്ക് നേരെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് എന്തായാലും വിളിക്കുമ്പോഴേക്കും വരും. എന്തായാലും അവൻ്റെ കുറച്ച് വണ്ടികളൊക്കെ അവൻ്റെ ഇടിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് എനിക്ക് തരാൻ പറയണം. കാരണം ഞാൻ ഇന്ന് പോയിട്ട് എന്തായാലും രാത്രിക്ക് മുമ്പായിട്ട് തന്നെ എത്തും. എന്തായാലും ഈ സമയത്ത് പോയാൽ പിന്നെ നാളെ പിന്നെ അവനെ വിളിക്കണം. അതുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്തൊരു വണ്ടി ചോദിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അവനക്ക് പറ്റുമെങ്കിൽ തരും. അവന് വേറെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ തരുമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് നാളെ അവനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ബസ്സിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകണം. പിന്നെ എനിക്ക് അവിടുത്തെ ബസ് കയറാൻ അത്യാവശ്യം നല്ല പൈസ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൻ. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് വേണം എടുക്കാൻ. എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് മല്ലുബ്രോ തിരിച്ചു പോട്ടെ. അവനെ കമ്പനിക്ക് തന്നെ പറഞ്ഞു വിടാണ്. ഓക്കെ, എന്തായാലും നമുക്കവിടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി കിട്ടിയാൽ മതി. ഓക്കെ, എന്തായാലും മല്ലുബ്രോ, എന്തായാലും ഞാൻ പോയിട്ട് എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പോഴേക്കും വീടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കിട്ടാ, അലമ്പാക്കരുതിട്ടാ മൊത്തം. അതൊക്കെ ഞാനേറ്റ വെച്ചാലേ. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തായാലും നീ പോയിട്ടോ. പാസ്വേഡ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തില്ലേ? പാസ്വേഡാ? എന്തുറ്റ് പാസ്വേഡ്? പാസ്പോർട്ട് എന്നാണോ നീ ഉദ്ദേശിച്ചത്? പാസ്വേഡ് തന്നെ ഉദ്ദേശിച്ചത്, പക്ഷെ പാസ്വേഡിന് ആയി വന്ന്. സോറി സാർ. ഇനിയിപ്പോൾ തന്നെ പോട്ടെ. ശരി എന്നാൽ നീ എന്നാൽ തിരിച്ചെന്തായാലും കമ്പനിക്ക് പോക്കോ. എന്തായാലും നീ റെഡി ആയിട്ടല്ലേ? അപ്പം എന്തായാലും ഇവിടെ നേരെ കമ്പനിക്കല്ലേ നീ പോവാ? ഓക്കെ, എന്തായാലും ഇനി വരെ എന്തായാലും ഇവിടുന്ന് നേരെ കമ്പനിക്ക് വിടാണ്. എൻ്റെ ഫ്ലൈറ്റ് വന്നിട്ടില്ല. എന്നുണ്ട് എന്തായാലും ഞാൻ അവിടെ പോയിട്ട് പാസ്പോർട്ടും ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് എന്തായാലും ദുബായിൽ എത്തിയിട്ട് വരാം. എന്തായാലും ഞാൻ പോട്ടെ, എന്നിട്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ. എന്തായാലും ഞാൻ ദുബായിൽ എത്തിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും ഞാനിത് ദുബായിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട്. തന്നെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞ വന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേതാ വണ്ടി? പിന്നെ ഈ വണ്ടിയൊക്കെ വാങ്ങിച്ചാ ഇതെന്ത് ഇവിടെ ഇങ്ങനെ? അവിടെ നിന്ന് പോയപ്പോൾ എങ്ങനെയായിരുന്നു ചെക്കനായിരുന്നു. ഇപ്പോൾ നോക്കട്ടെ. ഈ വണ്ടിയായിരുന്നല്ലേ? ഈ വണ്ടിയുടെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. ഓക്കെ, ഞാൻ എന്തായാലും ഇനി കയറട്ടെ. വണ്ടി കുഴപ്പമില്ല.
ഓക്കെ, ഞാൻ എന്തായാലും ഇനി ഇവിടുന്ന് നേരെ റൂമിലേക്ക് പോകണം. ആ, എന്താണ് ബ്രോ, സുഖമല്ലേ? എത്ര നാളായി കണ്ടിട്ട്. ആ മച്ചാനെ, സുഖം സുഖം. ഇവിടെ ഞാൻ കുറച്ച് റിച്ച് ആണ് കേട്ടോ. അതിൻ്റെ ഇതിലുള്ളൊരു സ്റ്റാൻഡേർഡൊക്കെ എനിക്കുണ്ട്. ആ വില ഒന്നും കളയില്ല കേട്ടോ. ഇല്ലില്ല, ഞാൻ എന്തായാലും നിൻ്റെ സ്റ്റാൻഡേർഡൊന്നും കളയാൻ പോകുന്നില്ല. എങ്ങനെയായിരുന്നു ചെക്കനായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ? സൈക്കിൾ പോലും മര്യാദക്ക് ചവിട്ടാൻ അറിയാത്ത നീ ഇപ്പോൾ ഈ വണ്ടിയൊക്കെ ഓടിച്ച് നടക്കണ. ഷോ, നീ റിച്ചായല്ലേ? അത് പിന്നെ അങ്ങനല്ലേ വരൂ. ഞാൻ ഇവിടെ ജോലിക്ക് കയറിയാലും അവിടെ എന്തായാലും നല്ല വിജയം തന്നെ വരാം. എന്തായാലും ഞാൻ എൻ്റെ റൂമിലേക്കൊക്കെ ഇപ്പോൾ കൊണ്ടുപോവാം. അതിന് മുമ്പ് നമുക്ക് എന്തായാലും ഫുഡൊക്കെ പോകാം. നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ ചാവായിട്ട് കാണണം. ഓക്കെ, എന്തായാലും നീ ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന് മീറ്റിങ്ങിനാ കമ്പനിയുടെ? എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഞാൻ വന്നത് നമ്മുടെ അവിടുത്തെ എല്ലാ കമ്പനിയുടെയും മീറ്റിംഗ് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിനാണ് വന്നേക്കണത്. ഓക്കെ, എന്തായാലും എല്ലാ കമ്പനിയിൽ നിന്നും ഒരാൾക്കേ വരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞേക്കണം. അത് ഈ ഒരു മീറ്റിങ്ങിന് കേട്ടോ. അടുത്തൊരു മീറ്റിങ്ങിന് 2 ആളോ അങ്ങനെ കണ്ട പറഞ്ഞേക്കണം. എന്തായാലും അതെനിക്ക് ഒരറിയിപ്പ് കിട്ടിയേക്കണ്, ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ഇതാണോ അവിടെ നീ പറഞ്ഞ ഹോട്ടൽ? ഹോട്ടല് എന്തായാലും നമുക്ക് ഡ്രൈവ് ത്രൂ വഴി പോവാം. ഞാൻ ഇതുവരെ ഡ്രൈവ് ത്രൂ വഴി പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്, നമുക്ക് നോക്കാം. ആടാ, നീ എന്തായാലും ഓർഡർ ചെയ്യും. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അതൊക്കെ ഞാൻ ഏറ്റ്. എന്തായാലും നീ വീട്ടിലേക്ക് ഞാൻ പോയി ഓർഡർ ചെയ്തിട്ട് വരാം. ഓക്കെ കേസ്, എന്തായാലും ഇനി ഞാൻ പോയിട്ട് സാധനം എന്താണെന്ന് ഓർഡർ ചെയ്യട്ടെ. ഇവിടെ വെച്ചിട്ടല്ലേ ഓർഡർ ചെയ്യണ്ടേ? അത് കുറച്ചും കൂടി പോകണ്ടേ അങ്ങോട്ട്? ഇവിടെ മെനു കാര്യങ്ങളൊക്കെ അല്ലേ നോക്കണ്ടേ? ഞാൻ വന്നിട്ട് ചോദിക്കാം. എടാ, ഇവിടെ മെനു അല്ലേ നോക്കണ്ടേ? അപ്പുറത്തല്ലേ ഓർഡർ ചെയ്യണ്ടേ? അപ്പുറത്താണ് ഓർഡർ ചെയ്തത്. ഞാൻ എനിക്കിപ്പോൾ തെറ്റിപ്പോയതാ. ഇവിടെയാണ് ഓർഡർ ചെയ്യേണ്ടതുകൊണ്ട് അപ്പുറത്ത് പോയിക്കാം. ഓക്കെ, ഞാൻ ഇനി ഓർഡർ ചെയ്യട്ടെ. ഓക്കെ കേസ്, എന്തായാലും നീ അവൻ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യട്ടെ. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഏതൊക്കെയാണെന്ന് അറിയില്ല. അല്ല, അവൻ പോയിട്ട് എന്തിട്ടൊക്കെയാണോ ഓർഡർ ചെയ്ത് വരുന്നത്. എന്തായാലും അവൻ വരട്ടെ. എന്നിട്ട് പറയണ്ടല്ലോ അവിടെ. എന്നിട്ടാണ് ഓർഡർ ചെയ്തത്, വന്നിട്ട് ചോദിക്കാം. അവനോട്. ഓക്കെ, എടാ നീ എന്തിട്ട് ഓർഡർ ചെയ്തേ? ഫുഡിൻ്റെ പേരെന്താ? അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. സ്പെഷ്യലാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്ത്. നമുക്ക് ഇനി ഇവിടെ വന്നിട്ട് ആ ഫുഡ് അങ്ങോട്ട് പിക്ക് ചെയ്യാം. ഓക്കെ കേസ്, എന്തായാലും അവൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തോ സ്പെഷ്യൽ ഫുഡാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും അവൻ ഇവിടെ പോയിട്ട് ഫുഡൊക്കെ ഒന്ന് വാങ്ങിക്കട്ടെ. ഓക്കെ, അവൻ വാങ്ങിച്ചെന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിനി ഇവിടെ വെച്ച് കഴിക്കാനില്ല, കാരണം നേരമില്ല. ഞങ്ങൾ എന്തായാലും റൂമിൽ പോയിട്ട് ഇരുന്ന് കഴിക്കുള്ളൂ. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെയാണോ? ഇതാണോ? എടാ, ഇതാണോ റൂം? ഇതാണ് നീ താമസിക്കാൻ പോകുന്ന റൂമുള്ള ഫ്ലാറ്റ്. അല്ല കാണിച്ചോ, നീ എന്തായാലും ഇങ്ങോട്ട് വാ. കേസ്, എന്തായാലും ഇവിടെയാണ് നമ്മുടെ റൂമുള്ളത്. എന്തായാലും ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ വണ്ടി തരുമോയെന്ന്. എടാ, നിനക്ക് ഈ ഒരു വണ്ടി എനിക്ക് തരാൻ പറ്റുമോ? കാരണം ഞാൻ നാളെ എന്തായാലും മീറ്റിങ്ങിന് പോകണമെങ്കിൽ എനിക്ക് ഒരു വണ്ടി വേണ്ട വരുമല്ലോ. അപ്പോൾ ഞാൻ നാളെ നിന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഈ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയാൽ പോരെ? എന്തായാലും നിൻ്റെ വേറെ വണ്ടി ഉണ്ടെങ്കിൽ തന്നാൽ മതി കേട്ടോ. നീ ചോദിച്ചത് എനിക്ക് അങ്ങോട്ട് എടുത്താൽ പോരെ? എന്തായാലും നീ നാളെ പോവാണെങ്കിൽ തന്നെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും നീ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ വണ്ടി എടുത്തന്നെ കേട്ടോ. ഞാൻ വന്ന് എടുത്തോളാം. താക്കോല് എന്തായാലും വണ്ടിയുടെ അകത്ത് വെച്ചു. ഇവിടെ കള്ളന്മാരൊന്നും ഇല്ല. എൻ്റെ വണ്ടി ഇതുവരെ ആരും കൊണ്ടുപോയിട്ടില്ല. എന്തായാലും എൻ്റെ വേറെ ഒരു താക്കോലുണ്ട്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, ഈ വണ്ടിയുടെ താക്കോല് നിൻ്റെ വെച്ചോ. നാട്ടിൽ പോയിട്ട് പിന്നെ വേറൊരു മീറ്റിങ്ങിന് എന്തായാലും ഇവിടെ തന്നെ വരില്ല. അപ്പോൾ നീ തന്നാൽ മതി. എന്തായാലും എൻ്റെ വേറൊരു താക്കോലുണ്ട്. അത് വെച്ച് ഞാൻ വണ്ടി എടുത്ത് കൊണ്ടുപോയിക്കോളാം. നീ ഇവിടെ തന്നെ വണ്ടി ഇട്ടാൽ മതി. ഓക്കെ, എന്തായാലും അവൻ വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പം നമുക്ക് നാളെ കാലത്ത് ലാഭമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇനി അവൻ്റെ പിറകെ പോവാം. എടാ, റൂം എവിടെയാണ്? മുകളിലാണ്? റൂം മുകളിലാണ്. എന്തായാലും നീ എൻ്റെ പുറകെ വാ, ഞാൻ കാണിച്ചു തരാം. എന്തായാലും കേസ്, ഞാൻ എന്തായാലും റൂമിൽ എത്തിയിട്ട് വരാം കേസ്. ഓക്കെ കേസ്, എന്തായാലും
ഞാൻ റൂമിലെത്തിയിട്ടുണ്ട്. ഇതാണെന്നാ തോന്നണം. അവനെവിടെ? അവനെ കാണാൻ എടാ ഇതല്ലേ ഈ റൂം? ഇതന്നെ കാണിച്ചുതരാം. ഓക്കെ ഗൈസ്, ഇതാണ് ഇപ്പോൾ നമ്മുടെ റൂം. എന്തായാലും നോക്കട്ടെ. ഓ അടിപൊളി റൂമാണ് ഗൈസ്. എന്തായാലും രണ്ടാൾക്ക് സുഖമായിട്ട് ഇത് കിടക്കാം. എന്തായാലും ഞങ്ങൾ ഇനി കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തായാലും വരാം ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ എന്തായാലും ഇവൻ ഇവിടെ നിന്ന് എന്തായാലും ഇവൻ്റെ വീട്ടിലേക്ക് പോവാണ്. എന്തായാലും ഇവനിനി എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ട് അവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി അവൻ അങ്ങോട്ട് പോട്ടെ. പക്ഷേ എന്തായാലും പിന്നെ കാണാം. എന്തായാലും എന്നാൽ ശരി, പിന്നെ കാണാം. നീ എന്തായാലും വാ, ഇവിടെ നോക്കിയാ ഞാൻ പോയിട്ട് വരാം. എന്തായാലും പിന്നെ കാണണം കേട്ടോ. അല്ലാണ്ട് ഇടയ്ക്കിട്ട് വെച്ച് പോവില്ല. ഞാൻ നാളെ പറ്റാമെങ്കിൽ വരാം, അല്ലെങ്കിൽ നീ പോക്കോ. പറ്റണമെങ്കിൽ ഞാൻ വരും, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം പറ്റില്ലെന്ന്. എന്നാൽ ശരി, ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, എന്തായാലും ഈ വീഡിയോയിൽ ഇത്ര കാണിക്കാനുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത്ത് കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അപ്പോൾ ഇത്ര വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.